നമ്മൾ കളിയാക്കും എങ്കിലും ചില തമിഴ് അല്ലെങ്കിൽ ചില തെലുങ്ക് സിനിമകളിലൊക്കെ എന്തിനേയും അടിച്ചു തെറിപ്പിക്കുന്ന ഏതൊരാളെയും നിലംപരിശാക്കുന്ന ചില ഹീറോകളുടെ കഥകൾ കാണാറുണ്ട്. നമുക്കത് കാണുമ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യാറില്ല. എന്നാൽ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ട് അതിൽ നിന്ന് വിജയിച്ചു വരുന്നൊരു ഹീറോ ആണ് എങ്കിൽ അവരോട് നമുക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹം വരാറുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണുന്നവർ എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയായിരിക്കും. നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടം അങ്ങനെയുള്ള ഹീറോസിനെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില പരാജയങ്ങൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. അത് കൂടുതൽ ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാക്കും. എപ്പോഴും ഇമോഷൻസ് വർക്കൗട്ട് ആകുന്നത് മനുഷ്യരിലാണ്. ഇമോഷൻസാണ് ഒരാളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്നത്. എന്നിട്ട് നമ്മളതിനെ ലോജിക്ക് വെച്ചിട്ട് ജസ്റ്റിഫൈ ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് ഇനി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലർ ആവാൻ ശ്രമിക്കേണ്ട, കുറച്ച് വൾണറബിലിറ്റി എല്ലാം ഉള്ള ഒരു സ്റ്റോറി ടെല്ലറായി നിങ്ങൾ മാറുക. ആ സ്റ്റോറീസാണ് ആൾക്കാർക്ക് ഇഷ്ടം. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് തെറ്റുകൾ കൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണെന്ന് പൂർണ്ണമായിട്ടും എനിക്കറിയാം. ഞാനൊരു പെർഫെക്റ്റ് മനുഷ്യനല്ല, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ റിയൽ ലൈഫിലായിക്കോട്ടെ. പക്ഷേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് സ്റ്റോറി ടെല്ലിംഗ് പഠിപ്പിക്കുന്ന കാര്യത്തിനകത്താണ്, സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യത്തിനകത്താണ്. അതിനകത്ത് ഞാൻ പെർഫെക്റ്റാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറുക. കുറച്ച് വൾണറബിലിറ്റീസ് കീപ്പ് ചെയ്യുക.